ഞാൻ സുബ്രഹ്മണ്യൻ മാഷ് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139606237. ഇന്ന് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിലാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം: അധ്യാപകരെ ഉണരൂ. നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നത് ആണ്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ സമൂഹം സാമ്പത്തികമായും ഭൂമിശാസ്ത്രപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും തകർന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തീർച്ചയായും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ആരാണ് ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി യോഗ്യർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അധ്യാപകർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിദ്യാഭ്യാസപരമായി ഈ സമൂഹം ഉയരുകയാണെങ്കിൽ തീർച്ചയായും മറ്റ് ഘടകങ്ങളെല്ലാം ഉയർച്ചയിലേക്ക് കുതിക്കും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ഉയർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ക്ലാസ് മുറികൾ സ്മാർട്ട് റൂമുകൾ ആക്കിയത് കൊണ്ടോ, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തത് കൊണ്ടോ, TV മേടിച്ച് കൊടുത്തത് കൊണ്ടോ ഒന്നും കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയരുകയില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ സംസ്കാരം ഉയരണം എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും മൂല്യമുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ നിറയ്ക്കുവാൻ കഴിയുന്ന അധ്യാപകർ തന്നെയാണ് ഇതിന് മുൻകൈ ഇട്ട് ഇറങ്ങേണ്ടത്. അങ്ങനെ നിസ്വാർത്ഥ സേവനത്തിന് തൽപരരായ അധ്യാപകർ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വയനാട്ടിൽ ഉണ്ടായ സംഭവം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സമ്പാദ്യം നേടിയ എത്രയോ പേരാണ് ഇന്ന് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്നത്. ആയതിനാൽ സമ്പാദ്യം നേടുക എന്നുള്ളതാവരുത് മനുഷ്യരുടെ ലക്ഷ്യം. വിദ്യാസമ്പന്നരായി മാറുക. അങ്ങനെ വിദ്യയിലൂടെ ജീവിതം പച്ച പിടിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വമേധയാ അവരുടെ ബുദ്ധിയിൽ ഉദിക്കുകയും ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് മുന്നോട്ട് യാത്ര തുടരുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വിദ്യാസമ്പന്നരായിട്ടുള്ള
നിസ്വാർത്ഥ സേവനത്തിന് തയ്യാറായിട്ടുള്ള അധ്യാപകർ ഇതെല്ലാം മറന്നുകൊണ്ട് സമ്പാദ്യം നേടണം എന്ന ലക്ഷ്യം മാറ്റി നിർത്തിക്കൊണ്ട് ഈ യുവതലമുറയെ മുന്നോട്ട് നയിക്കേണ്ട സമയം ആണ് ഇത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ സമൂഹം മുന്നോട്ട് വിജയകരമായി യാത്ര തുടരുകയുള്ളൂ. ഒരു സമൂഹവും എന്ത് അരക്ഷിതാവസ്ഥ ഉണ്ടായാലും പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയില്ല. അങ്ങനെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ നന്മ നിറഞ്ഞ മനുഷ്യർ കൈപിടിച്ച് ഉയർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് തീർച്ചയായും സൽഗുണസമ്പന്നരായ അധ്യാപകർ തന്നെ ആയിരിക്കും. ആയതിനാൽ ഈ സമൂഹത്തെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് അധ്യാപകർ കൈകോർക്കുക. സമൂഹം നല്ല നിലയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.